നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം അതിനുള്ളൊരു റിവാർഡ് ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു അന്വേഷണം അത് ഇത്ര ദ്രുതഗതിയിൽ മുൻപോട്ട് പോകുന്നു, അതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നു. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ മൊത്തത്തിലൊരു ഭയമാണ്. കോടതിയിലേക്ക് വെച്ച് പിടിച്ചിരിക്കുകയാണ് ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മറ്റൊരു വശത്ത് ഇതുവരെ ഒരു അവസാന നിമിഷം വരെയും വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ഗൺമാന്മാർക്ക്. കാരണം പിണറായി വിജയനോടൊപ്പം നിന്നതാണല്ലോ, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം അത് കൈവിട്ടു പോയിരിക്കുന്നു. പണി പാളിയെന്ന് ഈ 5 ഉദ്യോഗസ്ഥർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഷൗക്കത്ത് അലി ആലപ്പുഴയിലെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 5 പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിലെ വേറെ ഒളിഞ്ഞിരുന്ന ഒരു വില്ലൻ ഉണ്ട്, എം.ആർ. അജിത് കുമാർ. സ്ഥിരം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിവാദ നായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും ഉൾപ്പെടെയാണ് ഈ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു പണി കിട്ടിക്കഴിഞ്ഞു. പിണറായി വിജയന് കൂടെ നിൽക്കുന്നവരെ പോയിട്ട് സ്വയം രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ന് നമ്മുടെ പാറശാല തിരുവാതിര ലീഡർ പിണറായി വിജയനെതിരെ രൂക്ഷമായ പ്രതികരണം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അന്ന് പാറശാലയിൽ കോവിഡ് കാലത്ത് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ പാറശാല ഏരിയ കമ്മിറ്റി അന്നൊരു വലിയ 502 വനിതകളെ അണിനിരത്തി വലിയൊരു മെഗാ തിരുവാതിര ഓർഗനൈസ് ചെയ്തിരുന്നു. അങ്ങനെയാണ് കാരണഭൂതൻ എന്നൊരു പ്രയോഗം നമ്മൾ കേൾക്കുന്നത്. അന്ന് അതിൻ്റെ സംഘാടകനായി പ്രവർത്തിച്ച ഈ പാറശാല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇപ്പോൾ അതിരൂക്ഷമായ വിമർശനമാണ് പിണറായിക്കെതിരെ ചൊരിഞ്ഞിരിക്കുന്നത്. പിണറായി വിജയൻ രാജിവെക്കണം, MV ഗോവിന്ദൻ രാജിവെക്കണമെന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതൃസ്ഥാനം എത്രയും പെട്ടെന്ന് ഒഴിയണം. ഈ പാർട്ടിയുടെ സമ്പൂർണ്ണ പതനത്തിൻ്റെ കാരണം പിണറായി വിജയനാണ് എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. തലയോലപ്പറമ്പ് ഏരിയ കമ്മിറ്റി കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് പിണറായി വിജയൻ രാജിവെച്ച് അവിടെ KK ശൈലജയെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് അവരെ പ്രതിപക്ഷ നേതാവാക്കണമെന്നാവശ്യപ്പെട്ടു. ഇത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മളിപ്പോൾ കേൾക്കുന്നു. പിണറായി വിജയൻ അതുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ എത്ര കാലം ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. ഇത്തരമൊരു സന്ദർഭത്തിലാണ് മറുവശത്ത് പുതിയ സർക്കാർ ഇപ്പോൾ പഴയ രക്ഷാപ്രവർത്തനം അന്വേഷിക്കുന്നു. അതിൻ്റെ 3 തലങ്ങളുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത വലിയൊരു തലമുണ്ട് ഇതിന്. ഇവരൊക്കെ പറയുന്നത് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ മർദ്ദനം നടത്തിയതെന്ന്. എന്നാൽ ഈ ഷൗക്കത്ത് അലി കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തിരുന്ന ബസ് കടന്നുപോയതിന് ശേഷം പിന്നാലെ വന്ന കാറിൽ നിന്ന് ചാടിയിറങ്ങി ഈ യൂത്ത് കോൺഗ്രസ്സുകാരെയും KSകാരെയും മർദ്ദിക്കുകയായിരുന്നു. അപ്പോഴേക്കും മുന്നിൽ പോയിരുന്ന ബസ് 1 കിലോമീറ്റർ പിന്നിട്ടു. പിന്നെ ആരെ സംരക്ഷിക്കാനാണ് ഇവർ മർദ്ദിച്ചത്? അപ്പോൾ ഇതൊരു ഗൂഢാലോചനയാണെന്നും മുഖ്യമന്ത്രിയെ കരിക്കൊടി കാട്ടിയാൽ അടി കിട്ടുമെന്ന് ഭയപ്പെടുത്തി ഇവരെ ഓടിക്കുകയുമായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തം. അതല്ലാതെ ഒരു പ്രതിഷേധ സമരം നടന്നതോ മറ്റേതെങ്കിലും തരത്തിൽ ഇതിനെ ഒരു സുരക്ഷാ മുൻകരുതലായി പോലീസ് എടുത്തതോ ആയ ഒരു നടപടിയല്ലത്. ഇത് അത്യന്തം ഭയാനകമായ ഒരു ഭീകരമർദ്ദനമാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ നടക്കുന്ന അന്വേഷണം. ഇതൊക്കെ ഒരു കാലത്തിൻ്റെ ഒരു നീതി നടപ്പാക്കലാണ്. AP ഷൗക്കത്ത് അലി ഒരിടത്തും ഭയപ്പെടുന്നയാളല്ല. അതിന് ഏത് പിണറായി വിജയൻ നേർക്ക് നേർ വന്നാലും ഷൗക്കത്ത് അലി വിറക്കില്ല. നമുക്കറിയാം, P മോഹനെ നടുറോഡിൽ കാറ് വട്ടം വെച്ച് തടഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത ആളാണ് ഷൗക്കത്ത് അലി. അതുകൊണ്ട് ഷൗക്കത്ത് അലി ഇതിൻ്റെ അറ്റം കണ്ടേ മടങ്ങും. ഇത്തരമൊരു സംഭവത്തിൻ്റെ അറ്റം കണ്ട് മടങ്ങണം എന്ന നിശ്ചയദാർഢ്യമുള്ളത് കൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവനായി ഷൗക്കത്ത് അലിയെ വെച്ചത്. ഈ ഷൗക്കത്ത് അലിക്ക് വരം കൊടുത്താൽ ആ വരം കൊടുക്കുന്നവന് പോലും പിന്നീട് പിൻവലിക്കാൻ കഴിയില്ല. അത് നീതിക്ക് വേണ്ടി അവസാന നിമിഷം വരെ പോരാടും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ M.R. അജിത് കുമാറിൽ എത്തി നിൽക്കുന്നത്. അതും സംസ്ഥാനത്തെ ADGP. ഒരു ADGPയെ തൊട്ട് കളിച്ചാൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും വ്യക്തമായി അറിയാം. കാരണം ഇവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു തലത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ്. ചിലപ്പോൾ വിജിലൻസിലാവാം, സ്പെഷ്യൽ ബ്രാഞ്ചിലാവാം, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഏതെങ്കിലും തലവന്മാരായ. അത്തരം ഘട്ടത്തിൽ ഈ മന്ത്രിമാർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണമുണ്ടായാൽ അവരെ കുരുക്കാനുള്ള എല്ലാ അധികാരവും ഇവരുടെ കയ്യിലുണ്ട് എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഭരണ നേതൃത്വം രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ചിറങ്ങാനും കാരണമുണ്ട്. ഒന്ന്, ആലപ്പുഴയിലെ ഇപ്പോഴത്തെ MLA AD തോമസ് അറ്റം കണ്ടേ മടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ ആ മർദ്ദനത്തിൻ്റെ വേദന ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരം പേറുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നും രക്ഷയില്ല. ഇനി നമുക്ക് കേസിൻ്റെ മെറിറ്റിലേക്ക് വരാം. ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജില്ലാ കോടതിയിൽ
ഇക്കഴിഞ്ഞ ദിവസം ഷൗക്കത്തിലൂടെ നേതൃത്വത്തിലുള്ള SIT കേസ് ഡയറി ഹാജരാക്കി. കേസ് ഡയറിയിൽ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങളുണ്ട്. നമ്മൾ ഇതുവരെ കരുതിയത് 2 പ്രതികളാണ് ഈ കേസിൽ മുഖ്യമായിട്ടുള്ളതെന്ന്. ഒന്ന് അനിൽകുമാർ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ. 2 സുരക്ഷാ ചുമതലയുള്ള സന്ദീപ്. എന്നാൽ ഈ 2 പേർ കൂടാതെ 3 പേരെ കൂടി ഇപ്പോഴത്തെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർ സ്പെഷ്യൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരാണ്. അരുൺ, വിപിൻ, ഷൈജു. ഈ 3 പേരും മൂത്ത സഖാക്കളാണ്. അങ്ങനെ തെരഞ്ഞു പിടിച്ചാണ് അവരെ വെച്ചിരിക്കുന്നത്. അവരുടെ പശ്ചാത്തലം ഷൗക്കത്തിൽ പരിശോധിച്ചു. അപ്പോൾ ഇവർക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയ പശ്ചാത്തലവുമുണ്ട്. അപ്പോൾ കണക്കൂട്ടി അടിക്കാൻ വേണ്ടി തന്നെ പ്രത്യേകം നിയോഗിക്കപ്പെട്ട ആ സംഘത്തിൽപ്പെട്ടവരാണ്. കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നു, 3 പേർ കൂടിയുണ്ട്. അപ്പോൾ 8 പേരിലെത്തി നിൽക്കുന്നു. ഇവർ 8 പേരും സർവീസിലുള്ളവരാണ്, പോലീസുകാരാണ്. 48 മണിക്കൂർ റിമാൻഡിൽ കിടന്നാൽ അവരുടെ ജോലി നഷ്ടപ്പെടും. ഇവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല, റിമാൻഡിലാക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും ക്രൂഷ്യലായുള്ളൊരു മൊമെൻറ്റിലാണ് ഈ അന്വേഷണം എത്തി നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഹൈലൈറ്റ്. അവർ ആലപ്പുഴ കോടതിയിലേക്ക് ഇപ്പോൾ ഒരു ജാമ്യാപേക്ഷയുമായി ആദ്യ 5 പ്രതികൾ പോയിട്ടുണ്ട്, മുഖ്യമായിട്ടും 2 പ്രതികൾ. അവരുടെ ആവശ്യം ഞങ്ങളുടെ മേൽ വേണ്ടത്ര പരിശോധനയില്ലാതെയാണ് ഇതെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കാനുള്ള ഉത്തരവ് പാലിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. അറസ്റ്റിലായി 48 മണിക്കൂർ അകത്ത് കിടന്നാൽ ഞങ്ങളുടെ ജോലി പോകും, അതുകൊണ്ട് കോടതി ഇടപെടണമെന്ന്. ഹണിയം വർഗീസാണ് ഈ കേസ് കേൾക്കുന്നത്. ഇത് വളരെ നിർണായകമായൊരു വഴിത്തിരിവാണ്. ഈ കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുക അത്ര എളുപ്പമല്ല. സസ്പെൻഷൻ എന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. പക്ഷേ ഇവരുടെ പണി തെറിക്കുന്ന പണിയായിപ്പോയി. അപ്പോൾ പിണറായി വിജയൻ്റെ വാക്ക് കേട്ട് ചാടിയിറങ്ങിയ പോലീസുകാരുടെ പണി തെറിക്കും ഒരു വശത്ത്. 2 ഇവരെ അന്ന് സംരക്ഷിച്ച MR അജിത് കുമാറിൻ്റെ സ്ഥിതിയോ. പക്ഷെ എല്ലാവരും നമ്മളൊക്കെ പൊതുവേ അന്ന് ADGP ആയിരുന്ന അജിത് കുമാറിനെ കുറിച്ച് കുറ്റം പറയും. അജിത് കുമാറിൻ്റെ ഒരു അവസ്ഥ എടുത്തു നോക്കണം. ഈ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പിണറായി ഭരിക്കുമ്പോൾ, ഒന്നുകിൽ വിശ്വസ്ത വിധേയനാവുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക. ഈ 2 പോംവഴിയുള്ളൂ. മാറി നിന്ന് അവർ ഉപദ്രവിക്കും. പറയുന്നത് കേട്ട് അനുസരിച്ചില്ലെങ്കിൽ അവരെ കൊല്ലാക്കൊല്ല ചെയ്യും. അജിത് കുമാറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥർ ഈ CMO ഓഫീസിൽ നിന്ന് P ശശി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് കേട്ടു. പക്ഷെ അത് വളരെ വിധേയത്വം കാട്ടി. ആലപ്പുഴ സൗത്ത് പോലീസുകാരെന്ന റിപ്പോർട്ടുമായിട്ട് വരാൻ പറയുന്നു. 4 പോലീസ് ഉദ്യോഗസ്ഥരെ വന്ന് റിപ്പോർട്ട് വലിച്ചു കീറി എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയ മൊഴി. അപ്പോൾ അത് അത്യന്തം ഭീതിതമാണ്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP ആണ് അന്നത്തെ SHO ആയിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പോൾ എല്ലാ തലത്തിലും ഭീതിതമായ കഥകൾ കേരളം കേൾക്കുകയാണ്. ഇതിൻ്റെ ഒരു ഭയാനകമായ അവസ്ഥയാണ് ഇതിൽ നിന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടത്. ഒന്ന്, രാഷ്ട്രീയ എതിരാളികളെ അതിക്രൂരമായി മർദ്ദിക്കാൻ സർവീസിലുള്ള പോലീസുകാരെ ഉപയോഗിക്കുന്നു. ആ കേസ് നീതിയുക്തമായി അന്വേഷിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കേസിലെ യഥാർത്ഥ വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയ ആദ്യ കേസ് ഡയറി അന്ന് ക്രമസമാധാന പാലന ചുമതലയുണ്ടായിരുന്ന ADGP വലിച്ചു കീറി കളയുന്നു. ഈ ഗൺമാന്മാരെ അവസാന നിമിഷം വരെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ എന്ന ഭരണാധികാരി ശ്രമിക്കുന്നു. ഭരണം മാറിയിട്ടും തൻ്റെ സുരക്ഷയ്ക്ക് ഇവരെ വേണം എന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുമ്പോൾ പിണറായി ആവശ്യപ്പെടുന്നു. കിരാതമർദ്ദനം നടത്തിയ ഈ പോലീസുകാരെ ഏതെങ്കിലും വിധത്തിൽ നിയമവിധേയമായി നടപടികൾക്ക് വിധേയരാക്കണമെന്ന് പറയാൻ ഒരു CPM പോലൊരു പാർട്ടിക്ക് ആർജവമില്ലാതായി. ഇതൊരു ഏകാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്തുകൊണ്ട് പിണറായി വിജയൻ തോറ്റു എന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഈ രക്ഷാപ്രവർത്തനമാണ് അതിൻ്റെ ചൂണ്ട് പലക. മറുവശത്ത് ഈ ഭീകരമർദ്ദനം നടത്തിക്കഴിഞ്ഞ് പിണറായി വിജയൻ എന്താണെന്ന് പറഞ്ഞേ, രക്ഷാപ്രവർത്തനമാണ് ആര് സെക്യൂരിറ്റിക്കാരൻ നടത്തിയത്. ഇതെങ്ങനെ രക്ഷാപ്രവർത്തനമാകും? പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ചു വന്ന ആ ബസ് പോയി മിനിറ്റുകൾ കഴിഞ്ഞാണ് ഈ ക്രൂരമായ ആക്രമണം നടത്തിയത്. അത് കേട്ടുകേൾവി വെച്ച് ഇവർ വിളിച്ചു പറഞ്ഞതാണ്. എന്നെ കരിങ്കൊടി കാട്ടിയ 2-3 കക്ഷികൾ അവിടെ നിൽപ്പുണ്ട്, അവരൊന്ന് പെരുമാറിയേക്കണം എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തതിന് ശേഷമായിരിക്കുമല്ലോ അടിച്ചൊതുക്കിയത്. അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇവിടെ ഇപ്പം
ഈ പോലീസുകാർ തന്നെ പറയുന്നുണ്ട്, കോടതിയിൽ പോയി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പിണറായി വിജയനും അന്നത്തെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടത്തിയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്ന് നാട് നീളെ രക്ഷാപ്രവർത്തനം നടന്നിട്ടുണ്ട്. കാരണം ഈ നവകേരള യാത്ര തുടങ്ങിയപ്പോൾ ഈ നവകേരള ബസ് പോയ വഴിക്കൊക്കെ പിണറായി വിജയൻ സഞ്ചരിച്ച വഴിയിലൊക്കെ കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ട് പോയവരെ എല്ലാം പിടിച്ചു നിർത്തി സ്റ്റേഷനിൽ കൊണ്ടുപോയി അത് ഊരിക്കുക, കറുത്ത കുട പിടിച്ചവരുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചു മേടിക്കുക, ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നാട് നീളെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ അങ്ങ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നോ എന്നുള്ളത് ഇത് മാത്രമല്ല, നവകേരള ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെയൊക്കെ കൊലക്കുറ്റത്തിനാണ് കേസെടുത്തത്. ബസ്സിന് നേരെ ഷൂ എറിഞ്ഞതാണ്. അന്നത്തെ ഈ രക്ഷാപ്രവർത്തനം, ശരിക്കുള്ള രക്ഷാപ്രവർത്തനം, എ ഡി തോമസിനെയൊക്കെ തല്ലിച്ചതയ്ക്കുന്ന സമയത്തും FIR-നകത്ത് അതിഭീകരമായ വകുപ്പുകളൊക്കെയാണ് എഴുതി ചേർത്തത്. ഏതാണ്ട് തീവ്രവാദികൾ പിണറായിയെ ആക്രമിക്കാൻ ചെന്നു എന്നുള്ള മട്ടിലുള്ള FIR ആണ് അന്നത്തെ പോലീസുകാർ എഴുതി ചേർത്ത് പിടിപ്പിച്ചത്. പക്ഷേ ഇന്ന് എ ഡി തോമസ് പറയുന്നുണ്ട്, എന്നെയും എൻ്റെ കൂട്ടത്തിലുള്ളവരെയും തല്ലിച്ചതയ്ക്കാൻ ശ്രമിച്ച പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന്. അല്ലാതെ എ ഡി തോമസിൻ്റെ ഒരു നിശ്ചയദാർഢ്യമാണ് ഇപ്പോൾ ഈ പോര് മുന്നോട്ട് പോകുന്നത്. ഈ പോരൊന്നും നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. ഇവരെ അകത്തിടും. ADGP അജിത് കുമാറിനെതിരെ ഒരു നടപടി ഉണ്ടായാൽ അദ്ദേഹത്തിന് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ DGP പോസ്റ്റിലേക്ക് വരേണ്ട ആളാണ്. കരിയറിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ആളാണ്. എല്ലാം കൊണ്ടുപോയി തകർത്തു. ADGP എന്നുള്ള നിലയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ട ആളാണ്. അവിടെയും ഇപ്പോൾ UDF സർക്കാരിൻ്റെ ഒരു നോട്ടപ്പുള്ളിയായി. ഇവരെ വിടാതെ പിന്തുടരുകയാണ് AD തോമസ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. മറുവശത്ത് പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ അതിക്രമം നടത്തിയ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ വിപ്രളത്തിലാണ്. എല്ലാ കേസുകളിലും തുടരന്വേഷണം ഉണ്ടാകുമെന്ന ഒരു ശ്രുതിയും വരുന്നുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം മുമ്പും കരുത്തോടെ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. അക്കാര്യത്തിൽ നമുക്ക് രമേശ് ചെന്നിത്തലയെ സംശയിക്കേണ്ടതില്ല. ഇക്കുറി വലിയൊരു ലക്ഷ്യമുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക്. കാരണം മുഖ്യമന്ത്രി പദത്തിന് അദ്ദേഹം മത്സരിച്ചു. VD സതീശൻ മുഖ്യമന്ത്രിയായി. ആഭ്യന്തര വകുപ്പാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പാർട്ടി പ്രവർത്തകരുടെ ഒരു മനോവീര്യമുണ്ട്. അത് ഏതെങ്കിലും തലത്തിൽ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം വലുതായിരിക്കും. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്ന തലത്തിൽ രമേശ് ചെന്നിത്തല ഉയർന്ന് പ്രവർത്തിക്കും. ഈ ഒരു കേസ് അതിൻ്റെ ഒരു സൂചനയാണ്. തുടർന്ന് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ അതിക്രമങ്ങൾ ഒന്നൊന്നായി അന്വേഷിക്കപ്പെട്ടാലും പോലീസ് വേട്ടകൾ ഒന്നൊന്നായി അന്വേഷിക്കപ്പെട്ടാലും അതിലൊന്നും നമുക്ക് വലിയ അതിശോക്തി തോന്നേണ്ടതില്ല. UDFൻ്റെ ഏറ്റവും വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഇപ്പോഴത്തെ ഈ നീക്കം. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രധാനമായും കാണേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു ഷൗക്കത്ത് അലി. പക്ഷേ അതിനുശേഷം പുറത്തേക്ക് വരുന്ന ചില വിവരങ്ങളുണ്ട്. അതായത് ഈ അജിത് കുമാറിനെതിരെ വരെ മൊഴി കൊടുക്കാൻ പോലീസിലുള്ളവർ തയ്യാറാകുന്നു. അന്നത്തെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പോലീസുകാർ കാണിച്ചു കൂട്ടിയതിനെതിരെ മറ്റു പോലീസുകാർ, അവിടെ കണ്ടുകൊണ്ട് നിന്ന മറ്റു പോലീസുകാർ ഉൾപ്പെടെ ഷൗക്കത്ത് അലിക്ക് മൊഴി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അതായത് ഈ പോലീസിൽ നിന്ന് ഒരു വിഭാഗം ആൾക്കാർക്ക് ഒരു ഭയം വിട്ടുമാറിയ പോലെയുള്ളൊരു തോന്നലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ മുൻപ് പിണറായിയുടെ കാലത്ത് ഭയപ്പെട്ടിരുന്ന ഒരു കൂട്ടം പോലീസുകാർ ഇപ്പോൾ സധൈര്യം ഈ പറയുന്ന പോലീസ് ഉന്നതരിലെ, പിണറായിക്കൊപ്പം നിന്ന ഉന്നതരിലെ പലർക്കെതിരെയും ശബ്ദിക്കാൻ തയ്യാറാകുന്നു. ഇത് ഏകാധിപത്യ കാലഘട്ടത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴുള്ള ഒരു സ്വാഭാവിക പ്രതികരണമാണ്. ഏകാധിപതികൾ ഭരിക്കുന്ന പല രാജ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, പല മേഖലകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു ഏകാധിപത്യം കൊഴിഞ്ഞു വീഴുമ്പോൾ, അവർ ഭൂമിയിൽ നിലമ്പുത്തുമ്പോൾ പെട്ടെന്നൊരു ഉയർത്തെഴുന്നേൽപ്പ്, അത് ജനങ്ങളുടെ ഒരു ആവേശം, ഒരു വികാരത്തള്ള, അതിപ്പോൾ പോലീസിലും പ്രകടമാണ്. കാരണം ഇത്രയും കാലം അടക്കി ഭരിച്ചാണ് ആ ഒരു വകുപ്പിനെ ഇട്ടത്. ഒന്നുകിൽ നിങ്ങൾ എൻ്റെ അടിമകളായിരിക്കുക, അല്ലെങ്കിൽ മാറി നിൽക്കുക കടക്കുപുറത്ത്. അപ്പോൾ കടക്കുപുറത്ത് എന്നതിൻ്റെ പേരിൽ നീതി നടപ്പാക്കാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ ഇത്രയും കാലം നിരാശരായിരുന്നു. അവരൊക്കെ ഇന്ന് എന്തും പറയും. നാളുകളെക്കുറിച്ച് അവർക്ക് ഭയമില്ല. അവർ പലതും തുറന്നു പറയും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു മേലുദ്യോഗസ്ഥനെ പോലും മുൾമുനിയിൽ ഈ പോലീസ് നിർത്താൻ സന്നദ്ധരായിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു ഈ കേസിൽ ചിലപ്പോൾ ഒരുപക്ഷെ വെള്ളം ചേർക്കാൻ സാധ്യതയുണ്ട്. കാരണം പുറമേ നമ്മൾ നോക്കുമ്പോൾ ഇവരൊക്കെ തമ്മിൽ രാഷ്ട്രീയപരമായ എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും പല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളതായിട്ട് ഈ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ മനസ്സിലാകാറുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ ഉമ്മൻചാണ്ടി വലിയൊരു ഈ പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അത്ര വലിയ രീതിയിൽ അങ്ങ് കയറി തോണ്ടാനോ അങ്ങനെയൊന്നും നിന്നിട്ടില്ല. ഒരു മൃദു സമീപനം പലപ്പോഴും ഉമ്മൻചാണ്ടി സർക്കാർ
സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഈ കേസെടുക്കുന്നു, രക്ഷാപ്രവർത്തനത്തിനെതിരെ അന്വേഷണം SIT രൂപീകരിക്കുന്നു, ഷൗക്കത്ത് അലിയെ കൊണ്ടുവരുന്നു. നമ്മൾ എല്ലാവരും കരുതിയ ഒരു കാര്യമുണ്ട് തുടക്കത്തിലൊക്കെ, ഇത് എല്ലാവരെയും ഒന്ന് തണുപ്പിക്കാൻ അല്ലെങ്കിൽ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരിക്കും. ഇതിൽ അന്വേഷണം മുൻപോട്ട് പോകുമ്പോൾ വെള്ളം ചേർക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ കേസിൽ ഒരു തരത്തിലും രമേശ് ചെന്നിത്തല വെള്ളം ചേർക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാമോ? അല്ലെ, വെള്ളം ചേർക്കാൻ പറ്റുന്ന ഒരു ഗതിയിലല്ല അവരൊക്കെ. നമുക്ക് നേരത്തെ ആണെങ്കിൽ പറയായിരുന്നു, ഈ VD സതീശൻ്റെ കയ്യിൽ ആഭ്യന്തരം കിട്ടിയാൽ ഒരു പക്ഷേ പിണറായി വിജയന് ചില വിട്ടുവീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തേക്കാം. ഈ VD സതീശൻ കുറച്ച് പിണറായി വിജയനോടൊരു വാത്സല്യം കൂടുതലുള്ള ആളാണ്. പക്ഷേ ഇവിടെ രമേശ് ചെന്നിത്തല വിട്ടുവീഴ്ച ചെയ്താൽ VD സതീശൻ കയറി പിടിക്കും, VD സതീശൻ വിട്ടുവീഴ്ച ചെയ്താൽ രമേശ് ചെന്നിത്തല കയറി പിടിക്കും. ഇനി VD സതീശനും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് വിട്ടുവീഴ്ച ചെയ്താൽ ഡൽഹിയിലിരിക്കുന്ന KC വേണുഗോപാൽ മറ്റു മന്ത്രിമാരെ കൊണ്ട് ഇത് പുറത്ത് പറയിപ്പിക്കും. ഇവരെല്ലാം കൂടി ചേർന്നൊരു അട്ടിമറിക്ക് ശ്രമിച്ചാൽ പുറത്ത് നിൽക്കുന്ന K മുരളീധരനെ പോലെയുള്ള ചില കക്ഷികളുണ്ട്, അവർ വായിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയും. ഇത് കോൺഗ്രസ് സംവിധാനമാണ്, ഇതൊരു പിണറായിസമല്ല. പിണറായിസം ഇവിടെ നടക്കത്തുമില്ല. പിണറായിസം കണ്ട് സതീശനിസത്തിന് ശ്രമിച്ചാൽ ഇവരെല്ലാം കൂടെ കാലെ വാരി നിലത്തടിക്കും. കാരണം അതാണ് ഇതിൻ്റെ ഒരു സംവിധാനം. ഈ UDFൻ്റെ ഒരു സംവിധാനത്തിന് വലിയ പ്രത്യേകതയുണ്ട്. പണ്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഒരു പാവപ്പെട്ട ഒരാൾക്ക് ആ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയെ കണ്ട് എനിക്ക് നീതി വേണമെന്ന് പറയാൻ കഴിയുമായിരുന്നു. അപ്പോൾ ആർക്കും വേണമെങ്കിലും കയറിച്ചെല്ലാം. അത് സതീശൻ ഒരുക്കിയ ഒരു ഔദാര്യമല്ല, അത് കോൺഗ്രസിൻ്റെ പ്രത്യേകതയാണ്. സതീശൻ അവിടെ ജനങ്ങളെ കൊട്ടിയടച്ചാൽ കോൺഗ്രസ് പൊട്ടിത്തെറിക്കും, ജനങ്ങൾ പൊട്ടിത്തെറിക്കും. സതീശനത് അറിയാം. അധികാരത്തിൻ്റെ ഈ പിണറായി കാട്ടിയ ഒരു 10-1 അഹങ്കാരം കാട്ടിയാൽ തീരും, അതോടെ തീരും. ഒരു 6 മാസത്തിനകം സതീശൻ എന്ന വിഗ്രഹം വീണുടയും, ഒന്നും രക്ഷയില്ല. ഇത് ജനകീയതയുടെ ഒരു മുഖമുദ്രയായി മാത്രം നിലകൊള്ളാനേ ഒരു UDF സംവിധാനത്തിന് കഴിയൂ. കാരണം ഇതൊരു ആൾക്കൂട്ട പാർട്ടിയാണ്, കേഡറസും ഇല്ല, അതിന് വേറെ അങ്ങനെ ഒരു കെട്ടുറപ്പൊന്നുമില്ല. ഇവിടെ വിചാരിക്കുന്ന രാജാവാണ്. ഇവിടെ ഇത് കൂടാതെ ഈ പിണറായി പക്ഷെ അവിടെ വേണ്ടത് ആർജവമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ. ഇവിടെ ഒരു ഷൗക്കത്ത് അലിയുണ്ട്. ഇപ്പോൾ ADGP അജിത് കുമാറിനെ, MR അജിത് കുമാറിനെതിരെ ഒരു കേസെടുക്കാൻ ആർജവമുള്ള മറ്റൊരു ഷൗക്കത്ത് അലി കേരള പോലീസിനുണ്ടാവില്ല. നമ്മൾ പിണറായി വിജയൻ്റെ കാലത്ത് കണ്ടൊരു ഏറ്റവും ദയനീയമായൊരു കാഴ്ച ഉണ്ടായിരുന്നു. അതായത് ഒരു പോലീസ് മേധാവിക്ക് അദ്ദേഹം വിരമിക്കുന്ന സമയത്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തേണ്ടി വന്നത്. ലോക്നാഥ് ബെഹ്റയുടെ കാര്യം പറഞ്ഞതാണ്. ഇവിടെ തീവ്രവാദത്തിൻ്റെ കാര്യത്തിൽ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന് വിരമിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തേണ്ടി വന്നത്. ഈ UDFൻ്റെ കാലത്ത് അങ്ങനെ ഒരു പ്രതിസന്ധി പോലീസുകാർക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം? ഇല്ല, UDFൻ്റെ കാലത്ത് പോലീസുകാർക്ക് അത്ര പ്രതിസന്ധി ഒന്നും വരുന്നില്ല. പണ്ട് പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ, ആദ്യ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകാൻ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർ 2-3 പേരോട് പിണറായി വിജയൻ നേരിട്ട് പറഞ്ഞു. അവരാരും തയ്യാറായില്ല, അവരൊന്നും ആ കേസ് ഏറ്റെടുക്കാൻ തയ്യാറില്ലായിരുന്നു. ഇന്നും സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇടതുപക്ഷത്തെ ഭയക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ 2 കാരണങ്ങളാണ് അവരുടെ ഭയം പോകാനുള്ള കാരണം. ഒന്ന്, പിണറായിയുടെ പ്രായം 81, ഇന്ന് ജന്മദിനമാണ്. പാവം, എല്ലാവരും അത് മറന്നുപോയി. ഇന്നും വിമർശനങ്ങളായിരുന്നു പാർട്ടിയിൽ. ഞാനിപ്പോഴാണ് ഓർത്തത്, ഇത് ജന്മദിനമാണ്. അപ്പോൾ ജന്മദിനത്തിൽ പോലും ആളുകൾ എടുത്തിട്ട് വിമർശിക്കുക. മാത്രമല്ല 81 വയസ്സായി, ഇത് റെക്കോർഡിലാണ് 81, ബാക്കി നമുക്കറിയില്ല. അപ്പോൾ ഇനിയൊരു 5 വർഷം UDF ഭരിച്ചാൽ 86. ആ കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്കും പിണറായിക്ക് ഈ പറയുന്ന കരുത്തൊക്കെ എത്രമാത്രം ഉണ്ടാവും ഇത് പോലീസുകാർക്കറിയാം. പ്രായമാണ് വലിയൊരു ഘടകം പിണറായിയെ സംബന്ധിച്ച്. ആർക്കും ഭയമില്ല. ഇനിയൊരു മുഖ്യമന്ത്രിയായി കേരളത്തിലേക്ക് ഇദ്ദേഹം വരില്ല എന്ന് എല്ലാവർക്കും. അതുകൊണ്ട് ധൈര്യപൂർവ്വം പലതും പറയുന്നു. അതുകൊണ്ടാണല്ലോ പാർട്ടിയിലെ ഏരിയ കമ്മിറ്റികളൊക്കെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നത്, പിണറായിയെ പുറത്താക്കണമെന്ന് പറയുന്നത്. ഇവിടെ ഈ 10 വർഷക്കാലത്ത്, പിണറായിയുടെ ഭരണകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പോലീസിലെ ക്രിമിനൽ സംവിധാനത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ ഗുണ്ടാ നേതാക്കളുടെയൊക്കെ തോളത്ത് കൈയിട്ട് നടക്കുന്ന പോലീസുകാരുടെ കാഴ്ചകൾ നമ്മൾ എത്രയോ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ പോലീസുകാർക്ക് ഈ ക്രിമിനൽ സംഘങ്ങളുമായിട്ടൊരു ബന്ധം അത് ഉള്ളതാണ്. ഈ പറയുന്ന ഈ പോലീസിലെ ക്രിമിനലുകളായിട്ടുള്ള ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷത്തിരുന്നപ്പോൾ പോലും രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പലതവണ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എത്ര പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പിണറായിയെ വെള്ളം കുടിപ്പിച്ചുകൊണ്ട് ചോദിച്ചിട്ടുള്ള ആളാണ് രമേശ് ചെന്നിത്തല. ഇന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലയളവിൽ ഈ പോലീസിലെ ഈ ക്രിമിനൽ വൽക്കരണം, ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർക്കെതിരെ ഒരു നടപടി വേണം എന്നുള്ള ആവശ്യം ഉയർന്നു വരാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതിലൊക്കെ മുഖം അടച്ചുള്ള ഒരു നടപടി, അതായത് മുഖം നോക്കാതെ ഉള്ളൊരു നടപടി അദ്ദേഹം എടുക്കും എന്ന് കരുതാമോ? അല്ല, കുറച്ചൊക്കെ. പിന്നെ ഇത് ആത്യന്തികമായി ഈ പോലീസിൽ
ഒരു ഗുണ്ട തലമുള്ള ഗുണ്ട പശ്ചാത്തലമുള്ള ക്രിമിനൽ നേച്ചറുള്ള പോലീസുകാരെ പൂർണ്ണമായി ഒഴിവാക്കി നിർത്താൻ ഈ സോക്കോൾഡ് നല്ലവർക്ക് പറ്റില്ല. പിന്നെ ശരിക്കും ഒരു ക്രിമിനലിനെ പിടിക്കണമെങ്കിൽ മറ്റൊരു ക്രിമിനൽ മുഖം കൂടി വേണം. അല്ലാണ്ട് അവനെ പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പിടിച്ചുകൊണ്ട് വരാനൊന്നും പറ്റില്ല. ക്രിമിനൽ മുഖം എല്ലാവർക്കും അല്ല ഞാൻ പറഞ്ഞത്, ചില ഡെയറിങ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഷൗക്കത്ത് അലിയൊക്കെ അന്ന് ഒരു ലോറിയിൽ വേഷപ്രച്ഛനായി ലോറി ഡ്രൈവറായി പോയി മുടക്കോഴി മലയിൽ കയറി കൊടിസുനിയൻ സംഘത്തെ പിടിച്ചുകൊണ്ട് വന്ന അത് വേറെ കഥ. ഇപ്പോൾ തിരുവനന്തപുരത്തെ അധോലോകത്തെ ഒന്ന് പിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കൊടും കുറ്റവാളിയെ പിടിക്കണമെങ്കിൽ അതിനൊരു ഡെയറിങ് നേച്ചർ വേണം. പിന്നീട് അത്തരം അപൂർവ സന്ദർഭങ്ങളിൽ ഇവരെ ഒന്ന് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇവർ ഒതുങ്ങത്തില്ല. അതിലൊരു ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു ഗുണ്ട തലമുള്ള പോലീസുകാർ വേണം, അല്ല കടുകട്ടി മനസ്സൊക്കെ ഉള്ളവർ വേണം. അപ്പോൾ ഇതൊരു പാരലൽ സിസ്റ്റം എപ്പോഴും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അതൊന്നും പൂർണ്ണമായിട്ട് തുടച്ചു നീക്കുക കഴിയില്ല. അല്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ പോലീസിൽ, അതായത് ഒരു ചേരിതിരിവാണ്. BJPയുടെ കുറച്ച് ആൾക്കാർ, CPMന്റെ കുറച്ച് ആൾക്കാർ, കോൺഗ്രസിന്റെ കുറച്ച് ആൾക്കാർ, അങ്ങനെ ഇതിലൊന്നും ഒരു പൊളിച്ചെഴുത്ത് സാധ്യമല്ല, നടക്കില്ല. എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അവർ സർവീസിൽ നിന്ന് പുറത്തു പോകുമോ? കാരണം യൂത്ത് കോൺഗ്രസും KSU ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ആ ഒരു നിമിഷത്തിന് വേണ്ടി. പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അടുത്ത LDF സർക്കാരും എല്ലാം വന്നാൽ അവരെ സർവീസിലേക്ക് തിരിച്ചെടുത്തേക്കാം. പക്ഷേ ഇവർക്ക് അവരെ പുറത്താക്കാൻ കഴിയും. പിന്നെ പാർട്ടിക്ക് ഇഷ്ടം പോലെ ഫണ്ടുണ്ട്, കോടാനുകോടി, ചെറിയ പൈസയൊന്നുമല്ല. പാർട്ടി ഖജനാവ് എന്നൊക്കെ പറയുന്നത് ഇമ്മൻസ് വെൽത്ത് ഉള്ള ഒരു സംവിധാനമാണ്. അവർക്ക് ഇവരെയൊക്കെ സംരക്ഷിക്കാൻ കഴിയും തീർച്ചയായിട്ടും. പിണറായി വിജയന് വേണ്ടി ഇത്ര വലിയൊരു ത്യാഗം സഹിച്ച ഒരു 3-4 പേർക്ക് എത്ര കോടി വേണമെങ്കിലും അവർക്ക് കൊടുക്കാം. അല്ല, പക്ഷേ എന്നാലും ഒരു കുഴപ്പമുണ്ട്. സർവീസിൽ നിന്ന് പുറത്തു പോയവരെന്ന് കേട്ട് കഴിഞ്ഞാൽ പുറത്തൊരു വിലയുണ്ടാവില്ല. പിണറായിയെ സംരക്ഷിക്കാനല്ലേ. ഈ എന്തായാലും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെയൊക്കെ കാലത്ത് ഒരു വലിയ ശുദ്ധികലശം ഉണ്ടാകുമെന്നുള്ളൊരു വലിയ ആത്മവിശ്വാസം എല്ലാവരും. പൊളിച്ചെടുത്തൊന്നും നടക്കില്ല. പക്ഷേ ചില അദ്ദേഹം ഇരുന്ന സമയത്താണ് ഓപ്പറേഷൻ കുബേരയൊക്കെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ തൂഫാൻ ഉഗ്രം പരിപാടിയാണ്. ലഹരി എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ കാർന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടിനി ടോമിൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് വരെ 4 ഗ്രാം കഞ്ചാവ് പിടിച്ച കഥ കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ടിനി ടോം വിവാദത്തിലുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അത് ഇതൊരു കോമൺ പ്രതിഭാസമായി മാറിയിരിക്കും. ഇതിനെ ഈ കഞ്ചാവ് MDMA ഒക്കെ കേരളത്തിൽ നിന്ന് തൂത്തുവാരി കളഞ്ഞില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിൽപ്പെടും. കാരണം ഇപ്പോൾ പാർട്ടി CPMന്റെ പ്രാദേശിക നേതാക്കൾ തന്നെ ഇതിൻ്റെ ചില്ലറ വിതരണക്കാർ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെന്ന് ആഭ്യന്തരമന്ത്രി തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു നീക്കം അത് വിജയം കണ്ടാൽ കേരളം ഒരു പരിധി വരെ രക്ഷപ്പെടും. ഇപ്പോൾ ഈ പിണറായിക്ക് വേണ്ടി നിന്ന ഈ രക്ഷാപ്രവർത്തനത്തിന് നിന്ന പോലീസുകാർക്കെതിരെയാണ് നടപടി. ഇങ്ങനെ പിണറായിക്ക് വേണ്ടി ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തിയ ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ? നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും തുടക്കം കൊള്ളാം, ബാക്കി ഗംഭീരമായിട്ട് പോട്ടെ. ഷൗക്കത്തിലേക്ക് പണിയുണ്ട്, ഇനി ഇഷ്ടം പോലെ. എന്തായാലും ഈ ഒരു കേസിൽ നീതിയുക്തമായ ഒരു പര്യവസാനം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം MR അജിത് കുമാറിലേക്ക് വരെ ഷൗക്കത്ത് അലിയെ പോലെയുള്ളൊരു ഉദ്യോഗസ്ഥൻ വിരൽ ചൂണ്ടുമ്പോൾ അതത്ര നിസ്സാരമായിരിക്കില്ല. കാരണം അദ്ദേഹം അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഓഫീസറാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.